ശ്രീ ഗുരുഭ്യോ നമഃ. സർവേഭ്യോ ദേവേഭ്യോ നമഃ. സർവേഭ്യോ നമഃ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശ്രീരാമദന്തത്തിലെ 43-ാം പദ്യം മുതൽ 5 പദ്യം നമുക്കിന്ന് പഠിക്കാം. ഓരോ പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം. കൈകേയീ തു മഹീപാലം മന്ധരാദൂഷിതാശയ വരദ്വയം പുരാദത്തം യയാചേ സത്യസങ്കരം. കൈകേയീ തു എന്ന് പറഞ്ഞാൽ കൈകേയി ആകട്ടെ, മലയാളത്തിലെ കൈകേയി എന്ന് പറയും. പക്ഷേ സംസ്കൃതത്തിലത് കൈകേയി എന്ന് ദീർഘമായിട്ടാണ്. നമ്മൾ ദേവി എന്ന് പറയും, പക്ഷേ സംസ്കൃതത്തിൽ ദേവി എന്നാണ്. കൈകേയി തു അവ്യയമാകട്ടെ. മഹീപാലം, മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, മഹീപാലൻ എന്ന് പറഞ്ഞാൽ ഭൂമിയെ പാലിക്കുന്ന ആൾ രാജാവ്. മഹീപാലഹ എന്ന വാക്ക് അതിൻ്റെ ദ്വിതീയ വിഭക്തിയാണ് മഹീപാലം. മഹീപാലനെ രാജാവിനോട്, ദ്വിതീയ വിഭക്തിക്ക് രാജാവിനെ എന്നും രാജാവിനോട് എന്നും അർത്ഥമുണ്ട്. മന്ധരാദൂഷിതാശയ, അശയ ദീർഘമായിട്ടാണല്ലോ. മന്ധര എന്ന തോഴിയാണ്, ആ കൈകേയിയുടെ തോഴിയായിരുന്നു മന്ധര. മന്ധരയാൽ ദൂഷിതമായ ആശയത്തോടു കൂടിയവൾ കൈകേയി എന്നുള്ളതിൻ്റെ വിശേഷണമാണ്. വരദ്വയം പുരാദത്തം, പുരാ എന്ന് പറഞ്ഞ ഒരു അവ്യയ പദമാണ്. പണ്ട്. ദത്തം, ദത്തം എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടത്. വരദ്വയം, വരദ്വയം എന്ന് പറഞ്ഞാൽ വരങ്ങളുടെ രണ്ട് എന്നാണ്. രണ്ട് വരം. വരദ്വയത്തെ, വരദ്വയം എന്നും ദത്തം എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണ്. അതിനെ എന്നുള്ളത് പണ്ട് നൽകപ്പെട്ടിരുന്ന വരദ്വയത്തെ, രണ്ട് വരത്തെ. യയാചേ, അതാണ് ക്രിയ, യാചിച്ചു. സത്യസങ്കരം, മഹീപാലം എന്നെടുക്കണം. സത്യസങ്കരനായ മഹീപാലനോട്, സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, എന്ന് വെച്ചാൽ സത്യത്തെ മുറുകെ പിടിക്കുന്ന ആൾ എന്നർത്ഥം. മഹീപാലം, മഹീപാലനോട് യയാചേ, യാചിച്ചു. പണ്ട് 2 വരം നൽകിയിരുന്നു. പണ്ട് പറഞ്ഞിരുന്നു, ഭഗവതി ആവശ്യപ്പെടുമ്പോൾ ഭഗവതി പറയുന്ന 2 വരം നൽകാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2 വരം ഞാനിപ്പോൾ ചോദിക്കുകയാണ് എന്ന് ആ കൈകേയി പറഞ്ഞു. ആ കൈകേയി അങ്ങനെ പറയാൻ കാരണം മന്ധരയുടെ വാക്കുകൾ കൊണ്ടാണ്. അന്വയം മന്ധരാദൂഷിതാശയ കൈകേയി തു എന്നെടുക്കണം. മന്ധരയാൽ ദൂഷിപ്പിക്കപ്പെട്ട ആ മനസ്സിൻ്റെ ആശയങ്ങളോടുകൂടിയ കൈകേയി ആകട്ടെ. സത്യസങ്കരം മഹീപാലം, സത്യത്തിന് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ആ രാജാവിനോട് പുരാദത്തം വരദ്വയം യയാചേ, പണ്ട് നൽകപ്പെട്ട 2 വരങ്ങളുടെ 2 വരങ്ങളെ യാചിച്ചു. അടുത്ത പദ്യം നോക്കാം. വനവാസായ രാമസ്യ രാജ്യാപ്തിയൈ ഭരതസ്യ ച തസ്യാ വരദ്വയം കൃച്ഛ്രം അനുജജ്ഞേ മഹീപതി. 2 വരം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അത് വനവാസായ രാമസ്യ എന്നാണ്. വനവാസായ, വനവാസത്തിനായിക്കൊണ്ട്, വനവാസം എന്നുള്ളതിൻ്റെ ചതുർത്ഥി വിഭക്തിയാണ്. രാമായ, ബാലായ, കൃഷ്ണായ എന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണനായിക്കൊണ്ട്, രാമനായിക്കൊണ്ട്, ശിവായ എന്ന് പറയുന്നത് ശിവനായിക്കൊണ്ട് എന്നൊക്കെ പറയുന്നവരാണ്. വനവാസായ, വനവാസത്തിനായിക്കൊണ്ട്. ആരുടെ? രാമസ്യ, രാമൻ്റെ. അത് ഷഷ്ഠി വിഭക്തിയാണ്. രാജ്യാപ്തിയൈ ഭരതസ്യ ച എന്നാണ്. ഭരതസ്യ രാജ്യാപ്തിയൈ, ഭരതസ്യ എന്ന് പറഞ്ഞാൽ ഭരതൻ്റെ, ഭരതന് എന്ന് വിളിക്കാം. ഷഷ്ടിക്ക് അതിൻ്റെ എന്നും അതിന് എന്നും അർത്ഥമുണ്ട്. ഭരതന് രാജ്യാപ്തി, രാജ്യത്തിൻ്റെ ആപ്തി എന്ന് പറഞ്ഞാൽ പ്രാപ്തി, രാജ്യം നേടുക, നേടുന്നതിനായിക്കൊണ്ട്. അതും ചതുർത്ഥി വിഭക്തിയാണ്. ആപ്തിയൈ, ആപ്തി എന്നുള്ളതിൻ്റെ ചതുർത്ഥിയാണ് ആപ്തിയൈ. ഭരതസ്യ, ഭരതന് രാജ്യാപ്തിയൈ, രാജ്യാപ്തിക്കായിക്കൊണ്ടും. ച എന്നുള്ളത് എന്നുള്ള അർത്ഥമാണ്, അവ്യയമാണ്. രാജ്യത്തി ച തസ്യാ വരദ്വയം കൃച്ഛ്രം എന്നാണ്. തസ്യാഹ, തസ്യാഹ എന്ന് പറഞ്ഞാൽ അവളുടെ, കൈകേയിയുടെ. അവൾ എന്നുള്ളതിന് സാ എന്നാണ്. അതിൻ്റെ ഷഷ്ഠിയാണ് തസ്യാഹ. അവളുടെ, കൈകേയിയുടെ വരദ്വയത്തെ, 2 വരത്തെ. ആ വരദ്വയം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ്. കൃച്ഛ്രം വരദ്വയം, വളരെ വിഷമം പിടിച്ച എന്നുള്ളതാണ് കൃച്ഛ്രം. വരദ്വയത്തെ ദ്വിതീയ വിഭക്തിയാണ്. അനുജജ്ഞെ, അനുജജ്ഞ എന്ന് പറഞ്ഞാൽ അനുവദിച്ചു എന്നുള്ളതാണ്. മഹീപതി, മഹീഭൂമി, പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, ഭൂമിയുടെ ഭർത്താവ് എന്നാണ് രാജാവിന് സങ്കല്പം. മഹീപതി അതിന് അനുവാദം നൽകി എന്നാണ്. കാരണം സത്യം ചെയ്തതാണ്, അതിന് എത്ര പ്രയാസമാണെങ്കിലും നൽകാതിരിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ അന്വയം എങ്ങനെ പറയാമെന്ന് നോക്കാം. രാമസ്യ വനവാസായ, രാമൻ്റെ വനവാസത്തിനായിക്കൊണ്ടും, ഭരതസ്യ രാജ്യാപ്തിയൈ ച, ഭരതന് രാജ്യപ്രാപ്തിക്കായിക്കൊണ്ടും ഉള്ള
ഉള്ള കൃച്ഛ്രം വരദ്വയം വളരെ വിഷമം ഉള്ള തസ്യാഹ കൃച്ഛ്രം വരദ്വയം എന്നെടുക്കാം. അവളുടെ വളരെ വിഷമം പിടിച്ച ഈ രണ്ട് വരങ്ങളെ മഹീപതി അനുജജ്ഞേ ആ രാജാവ് അനുവദിച്ചു. അടുത്ത പദ്യം നോക്കാം. രാമം തദൈവ കൈകേയീ വനവാസായ ചാദിശത് അനുജ്ഞാപ്യ ഗുരുൻ സർവാൻ നിര്യയൗ ച വനായ സഹ. രാമം തദൈവ കൈകേയീ. രാമം എന്ന് പറഞ്ഞാൽ രാമനോട്, രാമനെ. തദൈവ എന്നുള്ള രണ്ട് വാക്ക്. തദാ ഏവ. തദാ എന്ന് പറഞ്ഞാൽ അവ്യയമാണ് രണ്ടും. അപ്പോൾ തന്നെ. തദായുടെ ആയും ഏവയുടെ ഏയും കൂടെ ചേരുമ്പോൾ ഐ എന്നുള്ള സന്ധി വരും. ആയും ഏയും കൂടെ വന്ന ഐ എന്നുള്ള സന്ധിയാണ്. തദൈവ തദാ ഏവ. അപ്പോൾ തന്നെ രാമനെ കൈകേയി വനവാസായ ആദിശത്. വനവാസായ എന്ന് പറഞ്ഞാൽ വനവാസത്തിനായിക്കൊണ്ട്, ആയിക്കൊണ്ടും വനവാസായ ച ആയിക്കൊണ്ടും ആദിശത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചു എന്നുള്ളർത്ഥമാണ്. നിർദ്ദേശം എന്നുള്ളർത്ഥം തന്നെ. വനവാസത്തിനായിക്കൊണ്ട് നിർദ്ദേശിച്ചു, പറഞ്ഞയച്ചു എന്നുള്ളർത്ഥമാണ് ഇവിടെ. ആദിശത് ക്രിയയാണ്, അത് ഭൂതകാല ക്രിയയാണ്. ലങ്ങായിട്ട് വരും. ആദിശതാം ആദിശൻ. അനുജ്ഞാപ്യ അനുജ്ഞ നേടിയിട്ട്, അനുവാദം നേടിയിട്ട് എന്നർത്ഥം. രാമന് എല്ലാ ഗുരുക്കന്മാരുടെയും അനുവാദം നേടിയിട്ട് എന്നുള്ളതാണ്. അനുജ്ഞാപ്യ ലബന്ധവ്യമാണ്. ഗുരുവിൻ സർവാൻ ഗുരുക്കന്മാരോടൊക്കെ അനുവാദത്തിന് വേണ്ടി സമീപിച്ചിട്ട് എന്നുള്ളർത്ഥം. നിര്യയവും. നിര്യയവും എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നുള്ളതാണ്. ഭൂതകാലക്രിയയാണ്. അത് ലിട്ട് പരിസ്മേത ബഹുവ് എന്നൊരു രൂപമാണ്. ബഹുവ എന്നൊക്കെ ഉള്ളതിൻ്റെ വേറൊരു രൂപമാണ്. നിര്യയവും. നിര്യയവും ച എന്ന് പറഞ്ഞാൽ പുറപ്പെടുകയും ചെയ്തു. വനായ. വനായ നിര്യയവും. വനത്തിലേക്ക്. വനത്തിനായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വനത്തിലേക്ക്. ചതുർത്ഥിയാണ്. സഹ. സഹ എന്ന് പറഞ്ഞാൽ അവൻ. അത് അവൻ എന്നുള്ളത് സഹ. സഹ എന്നാണെങ്കിൽ അവൾ. തത് ആണെങ്കിൽ അത്. ഈ മൂന്ന് പദങ്ങളും തത് ശബ്ദം ആയിട്ട് അറിയപ്പെടുന്നത്. നപുംസകലിംഗത്തിലെ ആദ്യത്തെ പദത്തിൻ്റെ പേര് വെച്ചാണ് തത് ശബ്ദം. തത്ശബ്ദം എന്ന് പറയും. അതിലെ പുല്ലിംഗം സഹ, സ്ത്രീലിംഗം സഹ, നപുംസക് അതെന്നുള്ളതിന് തത്. അവൻ. ഇവിടെ അവൻ രാമൻ പോയി എന്നർത്ഥം. അന്വയോ അർത്ഥമൊന്നും നോക്കാം. കൈകേയി തഥാ ഏവ രാമം വനവാസായ ആദിശത് ച എന്നാണ് ആദ്യത്തെ. കൈകേയി അപ്പോൾ തന്നെ രാമനെ വനവാസത്തിനായിക്കൊണ്ട് നിർദ്ദേശിക്കുകയും ചെയ്തു, പറഞ്ഞയക്കുകയും ചെയ്തു. സഹ എന്നെടുക്കണം. അവൻ. രാമനാകട്ടെ സർവാൻ ഗുരുവിൻ അനുജ്ഞാപ്യ. എല്ലാ ഗുരുക്കന്മാരോടെയും അനുജ്ഞ നേടിയിട്ട് വനായ നിര്യയവും ച വനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അടുത്ത പദ്യം നോക്കാം. ദൃഷ്ട്വാ തം നിർഗതം സീതാ ലക്ഷ്മണശ്ചാനുജഗ്മതുഃ സന്ത്യജ്യ സ്വഗൃഹാൻ സർവേ പൗരാശ്ചാനുയൈർദ്രുതം. ദൃഷ്ട്വാ കണ്ടിട്ട് എന്നുള്ളത് കുതവാന്തം അവയെ. തം അവനെ, ആ ശ്രീരാമനെ. തം എന്നുള്ളത് നേരത്തെ പറഞ്ഞ സഹ എന്ന് പറഞ്ഞ അവൻ എന്നുള്ള ആ വാക്കിൻ്റെ ദ്വിതീയ വിഭക്തിയാണ്. അവനെ. നിർഗതം പുറപ്പെട്ടവനായ അവനെ കണ്ടിട്ട്. സീത. ലക്ഷ്മണ ച. ലക്ഷ്മണശ്ച എന്നുള്ളത് ലക്ഷ്മണ ച. അവിടെ വിസർഗം ച വന്നതുകൊണ്ട് ശ ആയിട്ട് മാറും. ലക്ഷ്മണശ്ച. ലക്ഷ്മണ ച. അനുജഗ്മതു എന്നാണ്. അനുജഗ്മതു എന്ന് പറഞ്ഞാൽ അനുഗമിച്ചു. രണ്ടുപേരുടെ കാര്യമാണ്. അനുജഗാമ അനുജഗ്മതു അനുജഗ്മുഹു എന്നാണ്. ബഹൂവ ബഹൂവതുഹു ബഹൂഹു എന്നൊക്കെ രൂപമുണ്ട്. വലിയിട്ട് പരസ്മേത രൂപമാണ്. രണ്ടുപേരായതുകൊണ്ടാണ് അനുജഗ്മതുഹു എന്ന് പറഞ്ഞത്. ദ്വിവചനമാണ്. അനുഗമിച്ചു. സീതയും ലക്ഷ്മണനും അവനെ രാമനെ അനുഗമിച്ചു എന്നർത്ഥം. അവർ രണ്ടുപേരും മാത്രമല്ല, പെട്ടെന്ന് ഈ വാർത്ത രാജ്യം മുഴുവൻ അറിഞ്ഞു. അപ്പം രാജ്യത്തുള്ള പൗരന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീരാമൻ വനത്തിൽ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സീതയും ലക്ഷ്മണനും ഞങ്ങളും കൂടി പോകാം. തന്നെ വനത്തിൽ പോകണ്ടായില്ല. വനത്തിൽ പോകരുത് എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പൗരന്മാർ പറഞ്ഞു അവരുടെ സംരക്ഷണത്തിനും ഞങ്ങൾ കൂടെ വരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് കൂടെ പോയി എന്നാണ്. സന്ധ്യജ്യ ത്യജിച്ചിട്ട്. ലബന്ധം അവ്യയമാണ്. ദ്വാന്തവും ലബന്ധവും രണ്ട് അവ്യയങ്ങളെ ഒരു കാര്യം ചെയ്തിട്ടെന്നാണ്. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. സന്ധ്യജ്യ ഉപേക്ഷിച്ചിട്ട്. എന്തിനാണ്? സ്വഗൃഹാൻ. സ്വഗൃഹങ്ങളെ. സ്വന്തം ഗൃഹാൻ ഗൃഹങ്ങളെ.
ദ്വിതീയ വിഭക്തി ബഹുവചനമാണ്. ബാലം ബാലവും ബാലാൻ എന്ന് പറയുന്നത് ബാലന്മാരെ എന്ന് പറയുന്നവരാണ്. ഗൃഹം ഗൃഹവും ഗൃഹാൻ ഗൃഹങ്ങളെ സ്വന്തം ഗൃഹങ്ങളെ ഉപേക്ഷിച്ചിട്ട് സർവേ എല്ലാവരും സർവേ എന്ന് പറഞ്ഞാൽ സർവവും സർവേ ബഹുവചനമാണ്. സർവേ പൗരാഹ പൗരന്മാർ പൗരാഹ പൗരവും പൗരാഹ എല്ലാ പൗരന്മാരും എല്ലാ പൗരജനങ്ങളും എന്നർത്ഥം. ഇവിടെയും പൗരാഹ എന്നുള്ളത് കഴിഞ്ഞുള്ള വിസർഗമാണ് ഷ ആയിട്ട് മറിക്കുന്നത്. പൗരാശ്ച പൗരാഹ ച അനുയയുഹു എന്നാണ്. അനുയയുഹു എന്ന് പറഞ്ഞാലും കൂടെ പോയി അനുഭവജന രൂപമാണ്. അത് ഭൂതകാല ക്രിയ തന്നെയാണ്. അനുയയുഹു അവിടെ വിസർഗമാണ്. അനുയൂർ ദ്രുതം അനുയൂഹു ദ്രുതം. ദ്രുതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അവയെ പദമാണ്. ഇതിൻ്റെ അന്വയു അർത്ഥം ഒന്ന് നോക്കാം. തം നിർഗതം ദൃഷ്ട അവനെ ശ്രീരാമനെ എന്നർത്ഥം. നിർഗതം പുറപ്പെട്ടവനായിട്ട് പോകുന്നവനായിട്ട് കണ്ടിട്ട് സീത ലക്ഷ്മണ ച സീതയും ലക്ഷ്മണനും. സീത ലക്ഷ്മണ ച രണ്ട് വാക്കാണെങ്കിൽ ആ രണ്ട് വാക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നുള്ളത്. അതിനാൽ സീതയും ലക്ഷ്മണനും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥം തന്നെ കിട്ടും. സീത ലക്ഷ്മണ ച എന്ന് പറഞ്ഞാൽ അനുജിക് മധു അനുഗമിച്ചു കൂടെ പോയി. സർവേ പൗരാഹ ച എല്ലാ പൗരന്മാരും സ്വഗൃഹാൻ ത്യക്ത്വ സ്വഗൃഹാൻ സന്ധ്യജ്യം സ്വഗൃഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീടുകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ദുരിതം പെട്ടെന്ന് തന്നെ അനുയയുഹു കൂടെ പോയി കൂടെ യാത്രയായി നടത്തും. നോക്കാം. വഞ്ചയിത്വാതു താൻ പൗരാൻ നിദ്രാണാം നിശി രാഘവ വാഹ്യമാനം സുമന്ത്രേണ രഥമാരുഹ്യ ചാഗമത്. പൗരന്മാരെ കൂടെ വരുന്നുണ്ട്. ശ്രീരാമൻ ആദ്യമേ പറയുന്നു നിങ്ങൾ വരരുത്. ലക്ഷ്മണനും സീതയും നിർബന്ധിച്ചപ്പോൾ അവരെ അനുവദിച്ചു കൂടെ വരാൻ. പൗരന്മാരോട് പറഞ്ഞു അത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർ സമ്മതിക്കത്തില്ല. ഇങ്ങനെ തന്നെ കട്ടിലിടാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞ് കൂടെ പോകുന്നുണ്ട്. പക്ഷേ ശ്രീരാമനറിയാം അങ്ങനെ പോയാൽ ശരിയാകില്ല. കാരണം കൈകേയി ആവശ്യപ്പെട്ടത് ഇങ്ങനെ പോകാനല്ല. വനവാസം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ കഷ്ടതകളും അനുഭവിച്ചുള്ള വനവാസമാവുകയുള്ളൂ. പൗരന്മാരെല്ലാവരും കൂടെ പോയാൽ അത് വനവാസമാകുകയില്ല. അതാണ് കൈകേയി ആവശ്യപ്പെട്ടത്. അതിന് രാജാവ് കൈകേയിയുടെ ആവശ്യം അംഗീകരിക്കണമല്ലോ. അപ്പോൾ രാജാവിൻ്റെ ആഗ്രഹം അതല്ലെങ്കിലും രാജാവ് അതിന് സമ്മതിച്ച സ്ഥിതിക്ക് അത് സാധ്യമല്ലെന്ന് കണ്ടുകൊണ്ട് ശ്രീരാമനെ ഈ പൗരന്മാർ ആദ്യത്തെ ദിവസം ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ സുമന്ത്രനെ വിളിച്ചിട്ട് പറഞ്ഞു തേര് എടുത്തുകൊള്ളുക, നമുക്ക് ആരും അറിയരുത്, സുമന്ത്രൻ മാത്രം അറിയണം. എന്നിട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണൻ സുമന്ത്രൻ മാത്രം തേരില്ല ശബ്ദം ഒട്ടും ഇല്ലാതെ അവിടെ നിന്നും പോവുകയാണ്. വളരെ ദൂരം പോയി ഗംഗാതീരം വരെ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഗുഹൻ്റെ അവിടെയാണ് കഴിയുന്നത്. രാവിലെ പൗരന്മാർ നോക്കുമ്പോൾ കണ്ടില്ല, രഥവും കണ്ടില്ല, ഇവരെ കണ്ടില്ല. എങ്ങോട്ട് പോയി എന്ന് ഒരു അല്പം പോലും അറിയാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അതിനുള്ള യാതൊരു അടയാളവും ഇല്ലാതെയാണ് അവർ പോയത്. ആ കഥയാണ് ഈ ഇതിൽ പറയുന്നത്. വഞ്ചയിത്വ വഞ്ചിച്ചിട്ട് എന്നാണ്. അത് വ്യയമാണ്. തൂ എന്ന് പറഞ്ഞാൽ ആകട്ടെ എന്നൊരു വ്യയമാണ്. വഞ്ചിച്ചിട്ടാകട്ടെ, വഞ്ചിച്ചിട്ട് എന്നർത്ഥം. താൻ എന്ന് പറഞ്ഞാൽ അവരെ, പൗരാൻ, താൻ പൗരാൻ, ആ പൗരന്മാരെ, ആ പൗരജനങ്ങളെ, രണ്ടും അവരെ പൗരന്മാരെ. ദ്വിതീയ വിഭക്തി ബഹുവചനമാണ്. നിദ്രാണാൻ എന്നാണ്. നിദ്രാണന്മാർ, ഉറങ്ങുന്നവരെ. നിദ്രാണൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവർ. നിദ്രാണാൻ എന്ന് ദ്വിതീയ വിഭക്തി ബഹുവചനം തന്നെയാണ്. അവരെ. നിശി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ അവ്യയമാണ്. നിശ എന്ന് വാക്കുണ്ട് രാത്രി. അത് എടുക്കുകയാണെങ്കിൽ നാമമാണ്. അത് നിശായാം രാത്രിയിൽ നിന്നൊക്കെ എടുക്കണം. അത് സപ്തമിയായിട്ടും രാത്രിയിൽ. ഇത് അങ്ങനെയല്ല. നിശി എന്ന് പറഞ്ഞാൽ ഒരു അവ്യയപദമാണ്. രാത്രിയിൽ അർത്ഥം തന്നെ. രാഘവ ശ്രീരാമൻ. സുമന്ത്രേണ വാഹ്യമാനം രഥം, സുമന്ത്രനാൽ തെളിയിക്കപ്പെടുന്ന രഥത്തെ. ആരുഹ്യ എന്ന് പറഞ്ഞാൽ കയറിയിട്ട്. അത് ലിബന്ധവ്യയമാണ്. രഥത്തിൽ കയറിയിട്ട് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പക്ഷേ സംസ്കൃതത്തിൽ രഥത്തെ ദ്വിതീയ വിഭക്തി പറയും. രഥത്തെ ആരുഹ്യ, രഥത്തെ ആരോഹണം ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ
രഥത്തിൽ കയറിയിട്ട് ലിവന്ത വ്യയം ച എന്ന് പറഞ്ഞാൽ അവ്യയം ആണ്. കയറിയിട്ടും അഗമത് എന്ന് പറഞ്ഞാൽ ഗമിച്ചു, പോയി, അവിടെ നിന്നും പോയി. അന്വയം കൂടെ നോക്കാം. നിശി എന്നാദ്യം എടുക്കാം. രാത്രിയിൽ താൻ നിദ്രാണാൻ പൗരൻ എന്നെടുക്കാം. അവരെ, ഉറങ്ങുന്നവരെ, പൗരന്മാരെ. അത് ആ ഉറങ്ങുന്ന പൗരന്മാരെ വഞ്ചിച്ചിട്ട് രാഘവൻ സുമന്ത്രേണ വാഹ്യമാനം രഥം ആരുഹ്യ എന്നെടുക്കണം. സുമന്ത്രനാൽ തെളിയിക്കപ്പെടുന്ന രഥത്തെ ആരോഹണം ചെയ്തിട്ട് രഥത്തിൽ കയറിയിട്ട് അഗമത് ച എന്നെടുക്കണം. പോവുകയും ചെയ്തു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.